നമസ്കാരം. ന്യൂസ് 99 കേരള വൺ ടൈം ബുള്ളറ്റിലേക്ക് സ്വാഗതം. ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് LGML സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം തിരൂർ നഗരസഭയിലെ മുസ്ലിം ലീഗ് ജനപ്രതിനിധികൾ പ്രതിഷേധ സഭ നടത്തി. നഗരസഭ ഓഫീസ് പരിസരത്ത് നടന്ന സമരം വൈസ് ചെയർമാൻ P. രാമൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. എങ്ങനെ നടത്തണം എന്നറിയാത്ത മന്ത്രിമാരും വകുപ്പുകളെ നിയന്ത്രിക്കാൻ കഴിയാതെ വീർപ്പുമുട്ടുന്ന മന്ത്രിമാരുടെ ദയനീയ മുഖമാണ് ഇന്ന് ഈ സാധാരണക്കാരായ ജനങ്ങളും ജനപ്രതിനിധികളും അനുഭവിക്കുന്നത്. K-സ്മാർട്ട് എന്ന സംവിധാനം നടപ്പാക്കുമ്പോൾ അതെങ്ങനെ നടപ്പാക്കണം, അത് കാര്യക്ഷമമായി നടപ്പാക്കാൻ കഴിയുമോ, അത് നടപ്പാക്കണമെങ്കിൽ വികസന പ്രവർത്തനങ്ങളെയും ആധുനിക കാലഘട്ടത്തിൽ വരുന്ന മാറ്റങ്ങളെയും എന്നും ഉൾക്കൊണ്ടിട്ടുള്ള പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗും UDF സംവിധാനവും ഒക്കെ തന്നെ. എന്നാൽ ഇന്ന് അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു എന്ന വ്യാജേന അത് നടപ്പാക്കി എന്ന് കൊട്ടിഘോഷിച്ചുകൊണ്ട് സാധാരണക്കാരെ കഷ്ടപ്പെടുത്തുന്ന നഗരസഭാ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ യൂണിയൻകാർ പോലും അതിലെ അപര്യാപ്തതയും അതിലെ പോരായ്മകളും ചൂണ്ടിക്കാട്ടി അവരുടെ വൈഷമ്യങ്ങൾ പറയുമ്പോൾ നിസ്സഹായരായി നോക്കി നിൽക്കുന്ന ജനപ്രതിനിധികളെയാണ് നമ്മൾ കാണുന്നത്. PMAY പദ്ധതി അട്ടിമറി അവസാനിപ്പിച്ച് പുതിയ ഗുണഭോക്തൃ ലിസ്റ്റ് തയ്യാറാക്കുക, K-സ്മാർട്ട് പദ്ധതി കാര്യക്ഷമമാക്കുക, പദ്ധതി വിഹിതം വെട്ടിക്കുറയ്ക്കുന്ന സർക്കാർ പരിപാടി അവസാനിപ്പിക്കുക, ഉദ്യോഗസ്ഥരുടെ ഒഴിവുകൾ നികത്തുക തുടങ്ങിയ ഡിമാൻഡുകൾ ഉന്നയിച്ചുള്ള സമരത്തിൽ മുനിസിപ്പൽ മുസ്ലിം ലീഗ് സെക്രട്ടറി PV സമദ് മുഖ്യപ്രഭാഷണം നടത്തി. LGML ഇവിടെ ഉയർത്തുന്നത് അതേപോലെ തന്നെയാണ് K-സ്മാർട്ട് പദ്ധതി. നമുക്കറിയാലോ, മുൻകാലങ്ങളിലൊക്കെ തന്നെ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ നഗര കൗൺസിൽ പാർട്ടി ലീഡർ KK അബ്ദുസലാം അധ്യക്ഷത വഹിച്ച പ്രതിഷേധ സഭയ്ക്ക് സെക്രട്ടറി K. അബൂബക്കർ സ്വാഗതവും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമത്ത് സജിന നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 99. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.